ഈ ലബൂബ് ആരാന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഫോണ് തുറന്നാൽ മിക്കവാറും കാണാറുള്ളത് ഈ ലബൂബിനെ തന്നെയാണ്. ഇനി ലബൂബിനെ വാങ്ങാന്ന് വെച്ചാലോ ഏകദേശം 5000 രൂപയോളം വില വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും റേറ്റ് കുറവിൽ ഞാൻ കണ്ടത് ഫസ്റ്റ് ക്രൈയിലാണ്. ഇതിൻ്റെ കീ ചെയിനും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ലബൂബിനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വീട്ടിൽ തന്നെ റെഡിയാക്കാം. ഈ ഒരു ബുക്ക് കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു ബുക്കിന്റെ മേക്ക് ഓവർ വീഡിയോക്ക് ഞാൻ ഉപയോഗിച്ച ആ ഒരു ഡ്രസ്സിന്റെ പാൻറ്റാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. അപ്പൊ സംഭവം ഈ ഒരു ഡ്രസ്സ് കണ്ടപ്പോൾ മനസ്സിലായില്ലേ, ക്രിസ്മസ് ഫാൻ്റെ ഡ്രസ്സ് തന്നെ, അത് തന്നെയാണ് സാധനം. അപ്പൊ ഇനി ഇത് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റം റെഡിയാക്കാന്ന് കരുതി മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ആകാം ഇന്നത്തെ പരിപാടി. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ലബൂബിന്റെ ഭാവവും രൂപവും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിനൊന്ന് പേപ്പറിൽ വരച്ചു. അതിനെ കട്ട് ചെയ്തെടുത്തിട്ട് വീണ്ടും അതിനെ ക്ലോത്തിൽ വരച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിന്റെ ബോഡി പാർട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, കുറച്ച് സ്പേസും വേണം. അതുപോലെ ഓരോ പെയറായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഇതിനുള്ളിൽ പഞ്ഞിയോ വേണ്ടാത്ത ക്ലോത്തോ ഒന്നും കയറ്റാനായിട്ട് പറ്റൂല. അപ്പൊ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നന്നായിട്ട് എടുക്കുക. കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നല്ല മൂർച്ചയുള്ള സിസേഴ്സ് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ കുറച്ച് പാടുപെടേണ്ടി വരും. അപ്പോൾ നമ്മുടെ കയ്യിൽ വേണ്ടാത്ത തുണിയോ അല്ലെങ്കിൽ വേണ്ടാത്ത ഈ വലിയ ടെഡി ബിയറൊക്കെ ഇല്ലേ, അപ്പം അതൊക്കെ നാശമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്ലോത്ത് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞാൻ ഈ ഒരു കോലത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 2 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കാനായിട്ടെന്ന്. അങ്ങനെ 2 ലെയറായിട്ട് കട്ട് ചെയ്തു. ഞാൻ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാൻ പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റിക്കായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി തുന്നാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നല്ല ടൈം എടുക്കും, അല്ലെങ്കിൽ മെഷീൻ വെച്ചിട്ട് വേണം തുന്നിയെടുക്കാനായിട്ട്. അപ്പം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടാണ് തുന്നിയെടുത്തേക്കുന്നത്. എന്നിട്ട് പഴയൊരു ഡോളിൻ്റെ അകത്തിരിക്കുന്ന ആ സാധനങ്ങളെല്ലാം പുറത്തെടുത്ത് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തിരികെ കയറ്റുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കൈ പൊള്ളാതെ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ഷേപ്പില്ലേ, നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന തുണിയുടെ ഷേപ്പ് അത് നേരാവണ്ണം ഒട്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ ആകെ പാളിപ്പോവും. ഇനി ഈ ഒരു പോർഷൻ, തലയുടെ ഈ ഒരു പോർഷനിൽ റൗണ്ട് ചെയ്തിട്ട് ഞാൻ തുന്നി കൊടുക്കുന്നുണ്ട്. ഇത് ഗ്ലൂ വെച്ച് ഒട്ടിക്കുക എന്ന് വെച്ചാൽ അത്ര പാടാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തേക്കുന്നത്. എന്നിട്ട് വേറൊരു ക്ലോത്തിൽ ഞാൻ ഇതേപോലെ നമ്മുടെ സ്കിൻ കളർ വെച്ച് അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ബോഡി പാർട്ട് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതും ഞാൻ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തില്ല, പകരം നമ്മുടെ സാധാ നീഡിൽ വെച്ചിട്ട് ഇങ്ങനെ തുന്നി എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ കൈയൊക്കെ പൊള്ളി പണ്ടാരടങ്ങിയതുകൊണ്ട് ഈ ഒരു പരിപാടിക്കാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ കൈയൊക്കെ പൊള്ളാനും സൂചിയൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ദേഹത്ത് കുത്താനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ കൈയുടെ ഈ ഒരു പോർഷൻ ഇങ്ങനെ ഞാൻ ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. 2 കൈയും അതുപോലെ തന്നെ ചെവിയും ഞാൻ ഇതേ രീതിക്ക് തന്നെയാണ് കേട്ടോ തുന്നി പിടിപ്പിച്ച് കൊടുക്കുന്നത്. ആദ്യം ഞാൻ കരുതിയത് ഇതിൻ്റെ കൈ കാലുകളില്ലേ, അപ്പം അതിൻ്റെ വിരലുകളൊക്കെ തന്നെ നമ്മുടെ ഈ ക്ലോത്തിൽ തന്നെ ഒന്ന് ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെ ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഇന്ന് രാത്രി ആയാലും പണി തീരൂല. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ഒരു പേപ്പറില്ലേ, ഇതിൽ സ്കിൻ കളർ ഉണ്ടല്ലോ, അപ്പോൾ അത് ഇതേമാതിരി ഒന്ന് കട്ട് ചെയ്യുക, ഒട്ടിച്ചു കൊടുക്കുക. കാര്യം സിമ്പിളാണ്. ഫോം ഷീറ്റിൽ ഞാൻ വിരലുകളൊക്കെ ഇങ്ങനെ കൈപ്പത്തിയും കാലിൻ്റെ പത്തിയൊക്കെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ആ ഒരു കളർ വെച്ചിട്ട് ആ കളർ പേപ്പറില്ലേ, ആ കളർ പേപ്പർ വെച്ച് കട്ട് ചെയ്ത് ഒട്ടിച്ചു. ഇങ്ങനെ ഈ രീതിയിലാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ പിന്നെ അധികം റിസ്ക് ഉള്ള പരിപാടിയല്ലല്ലോ. ഇനി ലാസ്റ്റ് നമ്മുടെ ലബൂബുവിൻ്റെ മുഖം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അത് ഞാൻ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തു. ഇതിൻ്റെ കണ്ണൊക്കെ പേപ്പറിൽ വരച്ച് സെറ്റ് ചെയ്യാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ഫൈനലി നമ്മൾ ലബൂബു റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.